ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പീനട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പീനട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഹോർലിക്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 5 രൂപയുടെ അതുപോലത്തെ ഒരു പാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീനട്ടും ഹോർലിക്സും കൂടെ വരുമ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 5 രൂപയുടെ പാക്ക് മുഴുവനായിട്ട് ഹോർലിക്സ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം നല്ല മധുരം ഉള്ളതായതുകൊണ്ട് നമുക്ക് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവൻ വെള്ളമൊന്നും ചേർക്കാതെ മുഴുവൻ പാലിലാണ് ഇത് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുപഴവും പീനട്ടും ഹോർലിക്സും ഒക്കെ ഇട്ടിട്ട് ഷേക്ക് അടിച്ചെടുത്താൽ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലൂടെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ 5 രൂപയുടെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് പീനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും മാത്രം ചെയ്തെടുത്താൽ മതി. എങ്കിലും നമ്മുടെ ഷേക്ക് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ചൂടുള്ള സമയത്തൊക്കെ ഇതുപോലെ ഒരു ഷേക്ക് റെഡിയാക്കിയിട്ട് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.